ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ആയിരുന്നു ഇത്. അപ്പോൾ ഒരു 1.5 മന്ത് ജസ്റ്റ് ക്രാഷ് കോഴ്സ്, ഞാൻ എക്സാം എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തൊരു ഫീൽഡാണിത്. അപ്പം കുറച്ചേറെ നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതൊക്കെ എനിക്ക് അറിയാം. എന്നാലും ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട 6 മന്ത് ആയിരിക്കും നമുക്ക് ജോലിയായിട്ട് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു ഫീൽഡാണിത്. സോ എന്തായാലും ആ 1.5 മന്ത് ക്രാഷ് കോഴ്സിലൂടെ തന്നെ എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് താങ്ക് ഗോഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരുന്നു കേട്ടോ. അതായത് വാട്ട് ആഫ്റ്റർ +2. അപ്പം ഞാൻ ഇന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ 1.5 മാസം എവിടെയായിരുന്നു, എന്തിൻ്റെ ക്രാഷ് കോഴ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, തൃശ്ശൂർ എന്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ തന്നെ തുടങ്ങാം. സ്കിപ്പ് അടിക്കാതെ തന്നെ കാണുക. കാരണം നിങ്ങളൊരു മെർച്ചന്റ് നേവി ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ദിസ് ഇസ് ഫോർ യു ഗൈസ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, ഞാൻ ഈ 1.5 മന്ത് ഞാൻ തൃശ്ശൂർ മാഡം ക്യൂറി എൻട്രൻസ് അക്കാഡമിയിൽ ഞാൻ IMU CETയുടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ. അപ്പം 1.5 മാസമായിരുന്നു അവിടുത്തെ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നത്. April 1 തൊട്ട് May 20 വരെയായിരുന്നു അവിടുത്തെ ക്ലാസ് വന്നിട്ട്. സോ ഞാൻ April 1 തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സ്റ്റേ ഒക്കെ അവരുടെ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. ക്യൂരിനേരി എന്ന് പറഞ്ഞ ഹോസ്റ്റലായിരുന്നു ഞാൻ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആക്ച്വലി ഈ IMU CETനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ജസ്റ്റ് കുസാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആലോചിക്കുന്ന സമയത്താണ് ഞാൻ ഈ IMU CETയെ കുറിച്ച് അറിയുന്നത്. കാരണം മറൈൻ എഞ്ചിനീയറിംഗ് കുസാറ്റിലുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ IMU CETയെ പറ്റി അറിയുന്നുണ്ടായിരുന്നത്. സോ IMU CETയെ പറ്റി അറിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. എനിക്കതിനോട് കൂടുതൽ, കാരണം എനിക്ക് ആൻഡ് നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് IMU CETയെ പറ്റി അറിയുന്നുണ്ടായിരുന്നത്. എനിക്കറിയാം ഇപ്പോൾ കുറേ പേര് ഇത് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന്. ഫൈനലി നമ്മുടെ IMU CETയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളോട് എനിക്കപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു റിസൾട്ടോട് വന്നിട്ട് പറയാനുള്ള ഒരു മൈൻഡിലായിരുന്നു. കാരണം ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞാൽ കിട്ടൂല. എനിക്കറിയില്ല അതൊക്കെ ഉള്ളതാണോ, പക്ഷെ എന്തോ എനിക്ക് അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എക്സാമിന് ശേഷം ഇപ്പം നിങ്ങളോട് ഇത് പറയുന്നത്. സോ അങ്ങനെ IMU CET ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. IMU CET നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് 3 കോഴ്സസ് ഓപ്റ്റ് ചെയ്യാം. അതായത് DNS, BSc നോട്ടിക്കൽ സയൻസ്, ദെൻ BTech മറൈൻ എഞ്ചിനീയറിംഗ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പുറത്ത് നല്ല ഇടിയും മഴയാണ് കേട്ടോ. അതാണ് ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നത്. സോ ഇതിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc നോട്ടിക്കൽ സയൻസ് ആണ്. അതായത് അതൊരു 3 ഇയർ കോഴ്സാണ്. പിന്നെ ഐ തിങ്ക് ഒരു 12 months അതിൻ്റെ ട്രെയിനിങ്ങും കൂടെ ഉണ്ട്. ഈ ഒരു കോഴ്സാണ് ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ 4 വർഷം. ഓക്കെ, അങ്ങനെ ഞാൻ BSc നോട്ടിക്കൽ സയൻസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സീറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ കറൻറ്റ്ലി അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നത് MIT യൂണിവേഴ്സിറ്റിയിലാണ്, ചെന്നൈയിൽ. ബിക്കോസ് ഓൾമോസ്റ്റ് നമ്മളവിടെ ക്രാഷിന് വരുമ്പോഴേ ആക്ച്വലി ക്രാഷിന് വരുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് IMU CET കിട്ടും, മെർച്ചന്റ് നേവിയിൽ കയറാൻ കിട്ടും, അങ്ങനെ മാത്രം വന്നൊരാളാണ്. എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിനെ പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടൊളാനിയിൽ പഠിക്കണം എന്നുള്ളതാണ്, ടൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ഞാൻ ടൊളാനിക്കും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം എപ്പോഴും എമിറ്റിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു. ഫൈനലി ഞാൻ എങ്ങനെ എമിറ്റിൽ പഠിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അത്ര ഇതായിട്ടിരിക്കുക. കാരണം എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പറയാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ എക്സാം ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഈ ഒരു 1.5 മന്ത് നമുക്ക് അവിടെ ട്രെയിനിങ്, അതായത് ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ടൈമിൽ അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. അതായത് നമ്മൾ എന്തായാലും നമുക്ക് ഒരു ക്രാഷ് കോഴ്സാണ്. സോ 2 വർഷം പഠിച്ചത് നമുക്ക് ഒരിക്കലും 2 മാസം കൊണ്ട് ഫുൾ കവറപ്പ് ചെയ്തെടുക്കാൻ ഒരിക്കലും പറ്റില്ല. സോ അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ഈവനിങ്ങും എന്തായാലും മസ്റ്റായിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകാന്നുള്ളതാണ്. ഒരു 30 questions ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. എന്നും ഉണ്ടായിരുന്നു. May 20 വരെ എക്സാംസ് ഉണ്ടായിരുന്നു. ആ എക്സാംസ് നമ്മൾ എഴുതി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഇതുവരെ വന്ന IMU CETയുടെ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസ് തന്നെ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു. സോ ഞാൻ നമ്മുടെ +1 പഠിച്ച ഓർമ്മയിൽ പിന്നെ എൻ്റെ 12th നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ IMU CET അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്ന മാഡം ക്യൂറി എൻട്രൻസ് അക്കാഡമിയിലും അവർ നമുക്ക് ഈ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ട്. അതായത് ഗൈഡ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം അതും ഞാൻ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ അതും ഞാൻ റെഫർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ എഫേർട്ട് കൊണ്ടാണ് ഈ ഒരു റാങ്കിൽ എനിക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ
സോ ആക്ച്വലി മെർച്ചന്റ് നേവിയിൽ എത്തുന്നതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് ഒത്തിരി ഒരു സിനിമയ്ക്കുള്ള ഒരു ലെങ്ത് ആയി പോകും ഗൈസ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം 1.5 months ഞാൻ തൃശ്ശൂർ മാഡം ക്യൂറിയിലായിരുന്നു, IMUCT എൻട്രൻസ് കോച്ചിങ്ങിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എന്തായാലും ഞാൻ മറ്റുള്ള വ്ളോഗ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മെർച്ചന്റ് നേവിയെ കുറിച്ച്. ആക്ച്വലി നമുക്ക് ഇപ്പോൾ BSc ആണെങ്കിലും DNS ആണെങ്കിലും നമുക്ക് സ്പോൺസർഷിപ്പ് ഉള്ളത് നല്ല കാര്യമാണ്. ഞാൻ DNSന് മസ്റ്റായിട്ട് സ്പോൺസർഷിപ്പ് വേണം, പക്ഷെ BScക്ക് എല്ലാവരും പറയുന്നത് അത്രയ്ക്ക് നിർബന്ധമല്ല എന്നാണ്. എൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്പോൺസർഷിപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മേഴ്സ്കിൻ്റെ സ്പോൺസർഷിപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് ഞാൻ BSc നോട്ടിക്കൽ സയൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ അതായത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് BTech ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവർ ഇൻ്റർവ്യൂ സെഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു BTech കിട്ടിയാൽ എടുക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു പോയി. സോ അതുകൊണ്ട് എനിക്ക് BTech ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. BTech എനിക്ക് അത്ര ഇഷ്ടമല്ല, അതായത് എഞ്ചിനീയറിംഗ് സൈഡിലോട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. സോ അപ്പം അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ അതിന് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി ഗൈസ്. കാരണം ഞാൻ അതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. കാരണം അത്രയും ടെൻസ്ഡ് ആയിരുന്നു. എന്തായാലും ആ ഇൻ്റർവ്യൂ പോയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ MSCയുടെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ എക്സാം ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനർജി വെച്ചിട്ടുണ്ടായിരുന്നു, സിനർജി പക്ഷേ എക്സാം എഴുതാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 3 ഞാൻ വെച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു 3 കമ്പനീസിന് മാത്രമേ സ്പോൺസർഷിപ്പിനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എക്സാം റിസൾട്ട് ഔട്ടായി. അതാണെങ്കിലോ നമ്മൾക്ക് ഏതാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് റിസൾട്ട് വരിക. നമ്മുടെ റിസൾട്ട് ഇപ്രാവശ്യത്തെ കുറച്ചേറെ ലാഗ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IMUCTയുടെ പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഇപ്രാവശ്യം. അതായത് 2 ഷിഫ്റ്റ് ആക്കി. അതും 2 ഷിഫ്റ്റ് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നല്ലതായിട്ട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുട്ടികൾ അത്യാവശ്യം നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല, നീറ്റും കീമൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കുസാറ്റ് ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. കുസാറ്റ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. സോ പക്ഷെ ഞാൻ എടുക്കുന്നത് IMUCTയുടേതാണ്. സോ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, കാരണം ഞാൻ അത്രത്തോളം സ്വപ്നം കണ്ടൊരു ഫീൽഡും ആയിരുന്നു ഇത് മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അപ്പം ഈ എക്സാം ക്രാക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് കടമകളുണ്ട്, കാരണം 3 വർഷം BSc നോട്ടിക്കൽ സയൻസ്, അതും അത്യാവശ്യം നല്ല ടഫാണ്, പഠിക്കണം. ആൻഡ് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് ആണ്. അപ്പോൾ പ്ലേസ്മെന്റ് വഴി നമ്മൾ ഓരോ കമ്പനി കയറുക. ദെൻ 12 months ട്രെയിനിങ് ഉണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാഡറ്റ് ആയിട്ടായിരിക്കും ഒരു ഷിപ്പിൽ ഫസ്റ്റ് കയറുന്നുണ്ടായിരിക്കും. പിന്നെ ആയിരിക്കും പ്രൊമോഷൻസ് വഴി നമ്മൾ ക്യാപ്റ്റൻ വരെ എത്തുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രൊമോഷൻസിനും എക്സാംസ് ഉണ്ട്. അങ്ങനെയായിരിക്കും നമ്മൾ ക്യാപ്റ്റൻ ആകുന്നത്. അപ്പം ഇതായിരുന്നു ഗൈസ് എൻ്റെ ഒരു ആഫ്റ്റർ 12th പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട്സ് എനിക്കറിയാവുന്ന ഡൗട്ട്സ് ആണ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്.